ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിത അതുപോലെ കൃഷ്ണയും കൂടെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രോഹിത്തിൻ്റെ വരവും ആ നിപ്പും ആട്ടവും ഒക്കെ രോഹിത് ഭയങ്കര വിഷമമായി പോകുന്നുണ്ട് കേട്ടോ അവർക്ക്. കാരണം രോഹിത് കുടിച്ചിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണല്ലോ കുടിച്ചിട്ട് വരുന്നത്. അപ്പോൾ കൃഷ്ണമ്മോൾ നല്ലപോലെ ചോദ്യം ചെയ്യുമ്പോൾ രോഹിത്തിന് ദേഷ്യം വരികയാണ്. രോഹിത്ത് പറഞ്ഞിട്ട്, നീ ഒക്കെ ആരാടി എന്നെ ചോദ്യം ചെയ്യാനായിട്ട്? ഞാൻ പ്രായപൂർത്തിയായി, എനിക്ക് 21 വയസ്സുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും നടക്കും. ആയിക്കോ, കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം. ഞാനിത് അച്ഛനോട് പറയും. പോയി പറയടി, ഇവിടെ ആർക്കാ പേടി, ആർക്കാ ചെയ്താം എന്നുള്ള രീതിയിൽ കേട്ടോ രോഹിത്ത്. എന്നിട്ട് രോഹിത്ത് പതിയെ പതിയെ ആടി ആടി മേളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കിനും ബബിത പറയുന്നുണ്ട്, കണ്ടില്ലേ, അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നത്. ഇല്ലെങ്കിൽ രോഹിത്തേട്ടൻ ഇന്നേ വരെ കുടിച്ചിട്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ കൃഷ്ണമ്മോൾ ചോദിക്കേണ്ട, ആരെ കാര്യം പറയണത്? അമ്മയുടെ കാര്യമാണോ? അപ്പോൾ അമ്മ കാരണം തന്നെയാണ് ഈ വീട് ഇങ്ങനെ ആയത്. എടി, ഞാൻ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്, ലീനയുടെ കാര്യം. ലീന ചേച്ചി ഇപ്പം ഫോണിൽ വിളിച്ച് ഇപ്പം നേരെ പാതിരാത്രി ഏട്ടൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് നീ കുടിച്ചോ എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയല്ല, ഇവൾ വരുന്നതിന് മുന്നേ ഈ വീട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ കൃഷ്ണേ? നീ ആലോചിച്ച് നോക്ക്. ഇവരോട് വന്നതിന് ശേഷമല്ലേ ഈ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായത്? അത് ശരി, പ്രശ്നങ്ങളുണ്ടായത് അതുകൊണ്ടാണല്ലേ? അല്ല ചേച്ചി, താരീരം ചേച്ചി ഇവരെയൊക്കെ തലയിൽ കയറി ഇരിക്കുമല്ലേ? ഒന്ന് പോയേ അങ്ങോട്ട് വന്നേക്കുന്നു. എടി, നിനക്ക് അവൾ കൈവശം തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ അതുകൊണ്ട് അവളുടെ സൈഡിൽ നിൽക്കുന്നത്. കൈവശം, അതെ, എനിക്ക് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്, കുറച്ച് ചേച്ചി കൂടി തരട്ടെ, കുടിക്കുന്നോ? എടി, നിന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ട് എടുക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബബിതയുടെ കാര്യം നോക്കി പോവുക. ആ സമയത്താണ് അവിടെ നമ്മുടെ ബാലചന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ ബാലചന്ദ്രനോട് തുറന്നു കൊടുക്കുന്നത് അവളെ കൃഷ്ണമോളാണ്. ബാക്കി എല്ലാവരും എത്തിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എല്ലാവരും എത്തി, പക്ഷേ രോഹിത്തിൻ്റെ കാര്യമൊന്നും പറയണില്ല. ആ സമയത്ത് മോളെ, ഞാൻ ഗേറ്റ് അടച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കൃഷ്ണമോൾ പറയാം, അച്ഛൻ കയറിക്കോ, ഞാൻ അടച്ചിട്ട് വരാമെന്ന്. കൃഷ്ണ ഗേറ്റ് അടയ്ക്കാൻ പോകുന്ന സമയത്ത് അലീന വിളിക്കാൻ കേട്ടോ അച്ഛനെ. അച്ഛൻ വീട്ടിലെത്തിയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. എടി, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ, കൃത്യസമയത്താണല്ലോ നീ വിളിച്ചത്. അച്ഛൻ ആഹാരം കഴിച്ചോ? എല്ലാം ഞാൻ അവിടെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൃഷ്ണമോൾ എടുത്ത് പുറത്ത് വെക്കാൻ പറഞ്ഞാൽ മതി, എന്നിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി തരും കേട്ടോ അച്ഛാ. അവൾക്ക് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരി, പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ. അത് ഞങ്ങൾ രേവതിക്കുട്ടീൻ്റെ വീട്ടുകാരെ എല്ലാവരും അച്ഛനെയും മുത്തച്ഛനെയൊക്കെ പോയി കണ്ടു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചിന്നക്കുട്ടീൻ്റെ എവിടെയും പോയി. ആകെ മൊത്തം കറക്കമാണല്ലോ. എന്നാ നീ ഇങ്ങോട്ട് വരുന്നത്? നാളെ വരും അച്ഛാ. നാളെ രാവിലെ എങ്ങാനും പുറപ്പെടണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഒരു ഉച്ചയ്ക്ക് മുന്നേ അങ്ങ് എത്തും. അത് നന്നായി. ശരി, എന്നാലേ അച്ഛൻ ആഹാരമൊക്കെ കഴിക്കും, നീയും ഫുഡൊക്കെ കഴിക്കട്ടോ. ശരി, വെക്കട്ടെ എന്ന് പറഞ്ഞവർ ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണമോൾ തിരിച്ച് വരുമ്പോൾ പറയണ, അലീനെ വിളിച്ചിട്ടുണ്ടായിരുന്നടി, എന്തൊക്കെയോ ചൂടാക്കാനോ എന്തൊക്കെയോ ഉണ്ടായിരുന്നെന്ന് പറയണത്. നിനക്കതൊക്കെ അറിയില്ലല്ലേ? അറിയാം, ഞാനെടുത്ത് പുറത്ത് വെച്ചോളാം അച്ഛാന്ന് പറയാട്ടോ. ആ സമയത്ത് അലീനെ കാര്യങ്ങളൊന്ന് പറയണമല്ലോ എന്ന് വെച്ച് അലീനെ ഫോൺ വിളിക്കുകയാണ് കൃഷ്ണമോള്. എന്താടി വിശേഷം, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത്ര സുഖമൊന്നും അല്ല ചേച്ചി. എന്താ അങ്ങനെ? അതെ, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ? രോഹിത്തേട്ടൻ വന്നപ്പോഴേ ശരിക്കും മദ്യപിച്ചിട്ടാണ് വന്നത്, ഒട്ടും ബോധമില്ലായിരുന്നു. ആണോടി, കുടിച്ചിട്ടാണോ വന്നത്? ദൈവമേ, അച്ഛൻ അറിഞ്ഞു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറയാനിരിക്കായിരുന്നു. അല്ല, പറയട്ടെ ചേച്ചി അച്ഛനോട്? തൽക്കാലം വേണ്ട മോളെ, ഒരു തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം. ഇനി ഒരിക്കൽ കൂടെ അവൻ ആവർത്തിച്ചോട്ട് വരട്ടെ, അപ്പം നമുക്ക് പറയാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അത് പറഞ്ഞാൽ അച്ഛന് ദേഷ്യം വരും, പിന്നെ അവനെ എടുത്തിട്ട് ചോദ്യം ചെയ്യും, പ്രശ്നമാവും, അവന് ദേഷ്യം കൂടത്തേ ഉള്ളൂ. അതാണ്, അപ്പോൾ ഞാൻ പറയണ്ടല്ലേ, വേണ്ടാന്ന്. നീ ഒരു കാര്യം ചെയ്യും, അച്ഛനുള്ള ഫുഡൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നീ എടുത്ത് ചൂടാക്കി കൊടുക്കട്ടോ. ശരി ചേച്ചി. പിന്നെ നാളെ ചേച്ചി എത്തോ? നാളെ തന്നെ ഞാൻ വരുവോടി. ശരി, എന്നാൽ വെക്കട്ടെ. അങ്ങനെ അവർ ഫോൺ വെക്കുക കേട്ടോ. അലീനയ്ക്ക് ഭയങ്കര വിഷമാവാണ് കേട്ടോ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ രേവതി കുട്ടി വരുവാണ് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിലും ചോദിക്കുകയാണ്, എന്താ അവിടുത്തെ കാര്യങ്ങളെന്ന്. അപ്പോൾ അതൊക്കെ വിശേഷങ്ങൾ പറയണ കൂട്ടത്തിൽ അന്ന് രാത്രി കുറേ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. രേവതി ആ ടോണിയുടെ ഫോട്ടോ എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അലീനയ്ക്ക്. അപ്പോൾ അലീന ചോദിക്കണം, അത് ശരി, നിങ്ങളൊക്കെ അവിടെ പോയില്ലേ? അപ്പോൾ അവിടെ വരെയൊക്കെ കാര്യങ്ങളെത്തി. അതെ, ഈ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടി? അല്ല, ഞങ്ങളവിടെ പോയപ്പോഴേ അവിടെ ചുവരിൽ വെച്ചിരുന്ന ഫോട്ടോ, അതിൽ ഞാൻ എടുത്തതാ മൊബൈലിലെ. അത് ശരി, ഇതാണല്ലേ ആള്? ഇതാണ് ആള്, ഷെറിൻ ചേച്ചിയുടെ ഭർത്താവ് ടോണി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഷെറിൻ ചേച്ചി പോവേണ്ടി വന്നില്ലേ? പിന്നല്ലാതെ വിഷമം കാണത്തില്ലേ? അതുമാത്രമല്ല, പകയും ദേഷ്യവും ഒക്കെ ഉണ്ട്. ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചല്ലേ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. എന്നിട്ട് അവസാനം ഭ്രാന്താവുകയും ചെയ്ത്. എന്തൊക്കെയാ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്? അത് ശരിയാ എടി, ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ തന്നെയല്ലേ അയാൾക്കും. അപ്പോൾ അച്ഛനെ പോലെ തന്നെയാവും എന്നിങ്ങനെ അലീന പറയാട്ടോ. അച്ഛനും ഇതേ അബദ്ധം തന്നെയല്ലേ പറ്റിയത്? കാലങ്ങൾക്ക് ശേഷം അറിഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് അതുകൊണ്ടല്ലേന്ന്. അപ്പോഴാണ്
രേവതി പറയുന്നുണ്ട്. ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ചേച്ചി. എന്താ കാര്യം? അതല്ല, ഇവിടെ ഈ ടോണി ചേട്ടനെ ആ ഷെറിൻ ചേച്ചി എന്ന് പറഞ്ഞ ജീവനാ. ആണോ? അത്രയ്ക്ക് സ്നേഹമാണ്. അതെങ്ങനെ ഇത്ര സ്നേഹിക്കാൻ പറ്റും? അതേ കല്യാണം കഴിഞ്ഞ സമയത്തെ ഈ ഷെറിൻ ചേച്ചി ഒത്തിരി സ്നേഹിച്ചു എന്ന്. കൈ വെള്ളയിൽ കൊണ്ട് അയാളെ കൊണ്ട് നടന്നേന്ന്. അത്ര സ്നേഹമായിരുന്നു. കാരണം ഒന്നാമത് ചേച്ചി പണ്ടൊരു തെറ്റ് ചെയ്തു പോയി. അപ്പോൾ കല്യാണം കഴിച്ച ആൾ നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ ഇന്ന് കുറ്റബോധം കൊണ്ട് അയാളെ അങ്ങോട്ട് സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ ടോണി ആ ചേട്ടനെ ഈ ചേച്ചി അങ്ങോട്ട് മറക്കാനും പറ്റുന്നില്ല. ഭയങ്കര സ്നേഹം. പക്ഷേ തെറ്റി പറ്റിപ്പോയി, ഇങ്ങനെ ചതിച്ചു എന്നുള്ളതിൻ്റെ ദേഷ്യവും വൈരാഗ്യം ഉണ്ടെങ്കിലും ഈ സ്നേഹമുണ്ട്. ക്ഷമിക്കും, ഏതെങ്കിലും ഒരു കാലത്ത് ക്ഷമിക്കാനുള്ള മനസ്സും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോടി? അതെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ആലോചിക്കുന്നു. എൻ്റെ അമ്മയും ഇതുപോലെ എൻ്റെ അച്ഛനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തെറ്റുകളൊക്കെ അറിയുമ്പോൾ അച്ഛനൊരു പക്ഷേ അമ്മയോട് ക്ഷമിച്ചേനായിരുന്നു. പക്ഷേ അമ്മ അങ്ങനെയല്ലല്ലോ എൻ്റെ അച്ഛനെ സ്നേഹിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് അച്ഛൻ ഇത്ര വെറുപ്പ് വന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താടി ഈ ഷെറിൻ്റെയും ടോൺ ചേട്ടൻ്റെയും കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഷെറിൻ ചേച്ചിയുടെ വീട്ടിലുള്ളവരെ കുറിച്ചുള്ളതാണ്. അവിടെ ആണുങ്ങളുടെ ഭരണവാ, പെണ്ണുങ്ങൾക്ക് ഒരു വോയിസും ഇല്ല. അവിടെ ചെന്ന് പെടാനും പറ്റില്ല. ഒന്നും അവർ പുറത്ത് പറയത്തുമില്ല. എവിടെയാ കുട്ടിയെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാ. ഇനി വേണമെങ്കിൽ പോലീസ് ഇടപെടണം ചേച്ചി, അതിനേ പറ്റത്തുള്ളൂ. എടി അങ്ങനെയാണെങ്കിൽ മാമച്ചനങ്ങൾ പട്ടാളത്തിലിരുന്ന ആളല്ലേ, പോലീസിനെയൊക്കെ കുറച്ച് പരിചയവും കാര്യം പിടിപാടൊക്കെ കാണില്ലേ, അത് വെച്ചൊന്ന് അന്വേഷിച്ചാലോ? പറ്റില്ല ചേച്ചി, ഇതങ്ങ് പത്തനാപുരത്തല്ലേ, അവിടെയുള്ള സ്ഥലത്തുള്ള സർക്കിളോ ഇൻസ്പെക്ടറോ ഒക്കെ അല്ലേ പറ്റത്തുള്ളൂ. മാമച്ചനങ്ങൾ റിട്ടയർഡ് ആയിട്ട് ഒത്തിരി നാളായില്ലേ. അതും ഈ അടുത്തുള്ളവരൊക്കെ തന്നെ പരിചയമുള്ളൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല, റിസ്ക്കാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് അലീന ചോദിക്കട്ടെ. എന്താ ചേച്ചി? അതല്ല, പോലീസ് ഇടപെടേണ്ട കേസാണെങ്കിലേ ഈ ടോണി ആ ചേട്ടന് എന്നെ പരാതി കൊടുക്കാം. കാരണം എല്ലാം മറച്ചു വെച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചു എന്നും അവർക്ക് ഭാര്യയ്ക്ക് ഇപ്പം ഭ്രാന്തായെന്നും അതിലൊരു കുട്ടിയുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബക്കാർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ പോലീസ് അന്വേഷണം വരും. അങ്ങനെയാകുമ്പോൾ കുട്ടി എവിടെയുണ്ടെന്നുള്ളത് കറക്റ്റായി എത്തില്ലേ? അത് ശരിയാ ചേച്ചി, ആ ചേട്ടനെ കൊണ്ട് പരാതി കൊടുപ്പിക്കാം. അത് നടക്കുമെന്നറിയില്ല, എന്നാലും അതൊരു നല്ല ഐഡിയ ആണല്ലോ. ബുദ്ധി അപാരം തന്നെയല്ലോ എന്നിങ്ങനെ പറഞ്ഞിരിക്കാട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന കുളിച്ചൊരുങ്ങി വരുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇത്ര രാവിലെ പോവാണോ? പോകണ്ടേടി, എനിക്ക് അവിടെ ചെന്നിട്ട് കാര്യങ്ങളില്ലേ. എന്തായാലും രാവിലെ പോയാൽ അത്രയായി, ഉച്ചയ്ക്ക് മുന്നേ വീടെത്തുമല്ലോ. ചേച്ചി എന്തായാലും പോവാണ് തീരുമാനിച്ചു. അതിന് മുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആണോ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നിനക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് പറയാം. നമുക്ക് പോകുന്നതിന് അരമണിക്കൂർ മുമ്പേ സ്പീഡിലങ്ങ് എല്ലാ കാര്യവും പറഞ്ഞ് തീർത്തോ എന്ന് പറഞ്ഞ് അവരെ കട്ടിലേക്ക് ഇരിക്കാട്ടോ. രേവതി അങ്ങനെ എന്താ പറയുക, പെട്ടെന്നൊക്കെ പറയാൻ ഞാൻ എങ്ങനെ പറയാം ചേച്ചി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കോള് വരുക. അയ്യോ, അലീന ചേച്ചിയുടെ ഫോണാണല്ലോ ബെല്ലടിക്കുന്നത്. അങ്ങനെ ഓടിപ്പോയി അതെടുത്ത് കൊടുക്കുമ്പോൾ, മനുവേട്ടനാ രാവിലെ വിളിക്കുന്നത്. ആണോടി? ആ ഫോണ് വാങ്ങി. മനുവേട്ടാ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മനു പറയാണ്ട്, ഇറങ്ങിയോന്നോ? പിന്നെ ഇന്ന് പോണ്ടേ? പോണം. പിന്നെ അതാ ഞാൻ ചോദിച്ചത്, നിന്നെ ഇവിടുന്ന് കൊണ്ടുവിട്ടതുപോലെ കൊണ്ടുവിടേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലേ? ആണോ? അങ്ങനൊരു ഉത്തരവാദിത്തം ഉണ്ടോ? അതുകൊണ്ട് മനുവേട്ട ഇങ്ങോട്ട് വരുന്നതെന്നാ പറയുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാനങ്ങ് പൊക്കോളാം. അതൊന്നും പറ്റത്തില്ല, ഞാൻ അവിടെ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പൊക്കോളാം കേട്ടോ. ശരി, ഞാനിവിടെ വരും എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്നിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോണും വെക്കാണ്. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി പറയാൻ, എന്തേ? അല്ലടി, രാവിലെ തന്നെ മനുവേട്ട വരും, ഞാൻ പെട്ടെന്ന് ഇറങ്ങട്ടെ, പോണ്ടേ? കുറേ കാര്യങ്ങളൊക്കെ നിനക്ക് പറയേണ്ടതല്ലേ പറഞ്ഞോ. ഇനിയിപ്പോൾ സമയമൊന്നും ഇല്ലായേ, മനുവേട്ടൻ വിളിച്ചാൽ പോണ്ടായോ? പിന്നെ മനുവേട്ടൻ ഏത് നേരത്ത് എപ്പോൾ വിളിച്ചാലും അപ്പം കൂടെ ഇറങ്ങി പൊക്കോണം കേട്ടോ എന്ന് രേവതി പറയുമ്പോൾ, എന്താടി നീ അങ്ങനെ പറഞ്ഞത്? എന്തോ ഒരു അർത്ഥം വെച്ചിട്ടല്ലേ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു സംസാരമൊന്നും വേണ്ട കേട്ടോ. അല്ല, മനുവേട്ടനെ ചേച്ചി എന്തായാലും ഇഷ്ടമുണ്ട്, ചേച്ചിക്ക് തിരിച്ച് മനുവേട്ടനെയും ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. ആദ്യം അലീന ഒന്ന് നാണം കുണുങ്ങിയിരിക്കുന്നെങ്കിലും നമുക്ക് ആവശ്യം വിടാം, അങ്ങോട്ടൊന്നും പോകണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അനുവേട്ടൻ എന്തായാലും ഇനിയിപ്പം അലീന ചേച്ചി കല്യാണം കഴിക്കും, കൂടെ താമസിപ്പിക്കും, കുട്ടികളൊക്കെ ഉണ്ടാവും, കുടുംബമായിട്ട് ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എടി, നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. അങ്ങനെ ആ വിഷയങ്ങളൊന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാട്ടോ. അങ്ങനെ അലീനെ ശരിക്കും കളിയാക്കി വെക്കുകയാണ്. മനു വരുന്നുണ്ട്, അലീനെ പിക്ക് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യാണ് കേട്ടോ. ഡിജിറ്റൽ എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.